ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ നമുക്കിന്ന് ഒരു യാത്രയുടെ വീഡിയോ എടുത്താലോ? അപ്പോൾ നമുക്കിന്ന് പാലക്കാടൊക്കെ പോവാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നതാണ്. നമ്മൾ രാവിലെ 7 മണിൻ്റെ ട്രെയിനിനാണ് പോകണമെന്ന് കരുതിയത്. പക്ഷേ നമുക്ക് ആ ട്രെയിൻ മിസ് ചെയ്തു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കടയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ 10 മണിൻ്റെ ട്രെയിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ട്രെയിന് വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ബുക്ക് ചെയ്യാതെ വന്നതുകൊണ്ട് തന്നെ നല്ല റഷായിരുന്നു ട്രെയിനിൽ. ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കുത്തി ചിക്കിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് കാലിക്കറ്റ് എത്തിയപ്പോൾ എല്ലാവർക്കും സീറ്റ് കിട്ടി. അപ്പോൾ എല്ലാവരും ഒന്ന് ഹാപ്പി ആയിട്ടിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് 2 സ്റ്റോപ്പ് കഴിയുന്നപ്പോഴത്തേക്ക് വീണ്ടും നല്ല റഷായിരുന്നു ട്രെയിന്. പിന്നെ ശ്വാസം വിടാൻ പോലും സ്പേസ് ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് ദൂരം എത്തിയപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നീണ്ട 3.5 മണിക്കൂറിന് ശേഷം ഞങ്ങൾ പാലക്കാട് എത്തി. ഇനി നമുക്ക് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങണം. നല്ല വിശപ്പുണ്ട്. ഏതെങ്കിലും കടയിൽ പോയിട്ട് നല്ല ഫുഡ് എന്തെങ്കിലും കഴിക്കണം. പുറത്തേക്കുള്ള വഴി എവിടാന്ന് നമുക്ക് കാണുന്നില്ല കേട്ടോ. മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വഴിയൊക്കെ കണ്ടുപിടിച്ചു. ഒരു വിധത്തിൽ നമ്മൾ പുറത്തിറങ്ങി ഒരു ഷോപ്പ് കാണുന്നുണ്ട് കേട്ടോ. നമുക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഷോപ്പിലേക്ക് കയറാണ്. എല്ലാവരും ഷേക്കാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഞാനും മുത്താത്തയും മക്കളാണ് പോയിട്ടുള്ളത്. ഞങ്ങൾ ഇന്ന് പോകുന്നത് ഞങ്ങൾ റിലേറ്റീവിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. ഇനി നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബസ് കൂടി കയറാനുണ്ട്. ഇവിടുന്ന് ബസ് കിട്ടാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബസ്സാണെങ്കിൽ നല്ല സ്ലോ ആയിട്ടാണ് പോകുന്നത്. നല്ല ടയേർഡായിട്ടുണ്ട് എല്ലാവരും. അപ്പം നമ്മൾ ബസ് സ്റ്റാൻഡിലെത്തി. ഇനി നമുക്ക് ഒരു ബസ് കൂടി കയറാനുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫൈനലി നമ്മൾ വീട്ടിലെത്തി കേട്ടോ. ഇതാണ് നമ്മളെ വീട്. അപ്പം നമ്മൾ വീട്ടിലെത്തി കുറച്ച് റെസ്റ്റൊക്കെ ചെയ്തു, ഫുഡൊക്കെ കഴിച്ചു. നമ്മളിവിടെ അടുത്ത് പുഴയുണ്ട്. അപ്പോൾ കുട്ടികളെ ഇങ്ങനെ പുഴക്ക് പോകാൻ വേണ്ടിയിട്ട് തിരക്കാക്കുന്നുണ്ട്. ഇവിടെ അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. ഇവിടെ റബ്ബർ തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിപ്പം പുഴേൻ്റെ അടുത്ത് എത്താനാ കേട്ടോ. മക്കള് നേരത്തെ എത്തിയിട്ടുണ്ട്. അതാ കുളിച്ചോണ്ടിരിക്കുന്നു. വലിയ ആയൊന്നുള്ള സ്ഥലമില്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. മക്കളെ ഒറ്റക്ക് വിട്ടിട്ടുണ്ട്. നമ്മൾ കുറച്ചുകൂടി ഒഴുക്ക് കുറഞ്ഞ സ്ഥലത്തേക്ക് നോക്കിയിട്ട് പോവാണ്. അവിടെ ആകുമ്പോൾ കുട്ടികൾ കുറച്ചുകൂടി സേഫ് ആയിരിക്കും. പിന്നെ ഞാൻ മക്കളോട് പറഞ്ഞു നാളെ രാവിലെ വന്ന് നമുക്ക് കുളിക്കാന്ന്. ഇപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാന്ന്. പിന്നെ കുറച്ച് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. എന്നാലും അവരതൊന്നും കേട്ടില്ല. അവര് വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി. രാത്രി ആയപ്പോൾ ഞങ്ങൾ കസിന്റെ മക്കളൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് പാട്ടൊക്കെ പാടി അങ്ങനെ ആഘോഷിച്ചു. പിന്നെ നമ്മളെല്ലാവരും ഉറങ്ങാൻ കിടന്നു. രാവിലെ ആയി. നമ്മൾ കുറച്ച് ഊഞ്ഞാലൊക്കെ ആടി. പിന്നെ നമ്മൾ വീണ്ടും പുഴയിലേക്ക് വന്നു. എല്ലാവരും കളിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. മക്കളൊന്നും വിളിച്ചിട്ട് കയറുന്നേ ഇല്ല. പിന്നെ ഇവിടെയുള്ള മക്കൾ പറഞ്ഞു വേറെ സ്പോട്ട് ഉണ്ടെന്ന്. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. കാണാൻ നല്ല വൈബാണ്. ഇവിടെ വന്നപ്പോൾ വെള്ളം നല്ലോണം കലങ്ങിയിട്ടുണ്ട്. കുട്ടികൾക്ക് തീരെ ഇഷ്ടമായില്ല. അപ്പൊ നമ്മൾ തിരിച്ച് ആദ്യം പോയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോയി. കുറച്ച് കഷ്ടപ്പാടുണ്ട് കേട്ടോ കയറാനും ഇറങ്ങാനൊക്കെ. പിന്നെ മക്കള് വെള്ളത്തിൽ നിന്ന് കയറുന്നേ ഇല്ല. ലാസ്റ്റ് ഞങ്ങൾ വടിയൊക്കെ എടുക്കേണ്ടി വന്നു കേട്ടോ ഇവരൊന്ന് കരക്കെത്തിക്കാന്.
വൈകുന്നേരം ആയപ്പോൾ ഇവിടെ നല്ല കാറ്റും മഴ ഇടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ.